കോഓപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകരണ ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് സീരീസിന്റെ 4ാം ഭാഗത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. പാർട്ട് 4, ക്വസ്റ്റ്യൻ നമ്പർ 37. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ. ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള? കേരളത്തിലെ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് സൊസൈറ്റി ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ കോ ഓപ്റ്റെക്സ്, ഓപ്ഷൻ ബി ഹാൻഡ് വീവ്, ഓപ്ഷൻ സി ഹാൻഡെക്സ്, ഓപ്ഷൻ ഡി കാപ്പെക്സ്. കോ ഓപ്റ്റെക്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ അപ്പെക്സ് സൊസൈറ്റിയുടെ പേരാണ്. ഹാൻഡ് വീവിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം. എന്താണ് ഹാൻഡ് വീവിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. അപ്പം ഹാൻഡ് വീവ് അല്ലെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഓപ്ഷൻ സി ഹാൻഡെക്സ്. അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരുന്നത്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി കാപ്പെക്സ്. കാപ്പെക്സ് എന്ന് പറയുന്നത് കാഷ്യുമായി ബന്ധപ്പെട്ടതാണ്. അത് കാഷ്യൂ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ഹാൻഡെക്സ്. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് റോബർട്ട് ഓവൻ? റോബർട്ട് ഓവനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഫ്രണ്ട്ലി സൊസൈറ്റി, ഓപ്ഷൻ ബി ലേബർ കോളനി, ഓപ്ഷൻ സി കോ ഓപ്പറേറ്റർ, ഓപ്ഷൻ ഡി ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഓരോന്നും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഓപ്ഷൻ എ ഫ്രണ്ട്ലി സൊസൈറ്റി, അത് റോബർട്ട് ഓവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ്. ഫിലാന്ത്രോഫിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ആണ് അത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി ലേബർ കോളനി, അത് റോബർട്ട് ഓവൻ നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അതിനെ നമുക്ക് ലേബർ എക്സ്ചേഞ്ച് എന്നും വിളിക്കാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കോ ഓപ്പറേറ്റർ ആണ്. അത് റോബർട്ട് ഓവനുമായിട്ട് ബന്ധമുള്ളയാണോ നിങ്ങൾ നോക്കണം. അടുത്ത ഓപ്ഷൻ ഡി ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, അത് റോബർട്ട് ഓവന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് റോബർട്ട് ഓവനുമായി ബന്ധമില്ലാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ സി കോ ഓപ്പറേറ്റർ. ഇത് ആരുടെ ആയിരിക്കും? വില്യം കിങ്ങിന്റെ. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 39. കോഓപ്പറേറ്റീവ് ഡെമോക്രസി വാസ് റിട്ടൺ ബൈ. കോഓപ്പറേറ്റീവ് ഡെമോക്രസി എഴുതിയത് ആരാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ ബി ജെയിംസ് പീറ്റർ വാർവേസ്, ഓപ്ഷൻ സി CR ഫേ, ഓപ്ഷൻ ഡി ഡൂപ്പർനിക്സ്. ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ജെയിംസ് പീറ്റർ വാർവേസ്. നമുക്ക് മറ്റുള്ളവർ എഴുതിയത് എന്തൊക്കെയാണെന്ന് പറയാം. ഡോക്ടർ വില്യം കിങ്ങിന്റെ കോ ഓപ്പറേറ്റർ, ജെയിംസ് പീറ്റർ വാർബേസിന്റെ നമ്മൾ പറഞ്ഞു കോഓപ്പറേറ്റീവ് ഡെമോക്രസി, CR ഫേയുടെ കോ ഓപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്, ഡൂപ്പർനിക്സിന്റെ ബുക്ക് എന്ന് പറയുന്നത് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 40. ദ ഓർഡർ ഓഫ് സർചാർജ് ഷാൽ ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഷാൽ ബി സെൻഡ് അണ്ടർ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെന്റ് ഡ്യൂ. ദിസ് ഓർഡർ ഷാൽ നോട്ട് കണ്ടെയ്ൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിന്റെ മലയാളം നോക്കാം നമുക്ക്. സർചാർജ് ഓർഡർ തയ്യാറാക്കി അത് രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഏത് മെമ്പർക്കാണോ അയക്കേണ്ടത്, അയക്കുന്ന സമയത്ത് അയാൾക്കത് കിട്ടി എന്ന് തെളിയിക്കുന്ന കാർഡ് സഹിതം വേണം അയക്കേണ്ടത്. അപ്പൊ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ഈ ഓപ്ഷനുകളിൽ പറയുന്ന ഏതാണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പീനൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ്, ഓപ്ഷൻ ബി നെയിം ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ സി നെയിം ഓഫ് ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ റീപേയിങ് ഓർ റീസ്റ്റോറിംഗ് ദ മണി, ഓപ്ഷൻ ഡി ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓർ കോമ്പൻസേഷൻ. ഇതിൽ ആൻസർ ഓപ്ഷൻ എ ദ പീനൽ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 41. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിസിനസ് ഷാൽ നോട്ട് ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്
ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അതിൽ ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ലാത്തത് അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ പാടില്ലാത്തത് ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന സമയത്ത് ഈ ഓപ്ഷനുകൾ തന്നിരിക്കുന്ന ഏത് കാര്യമാണ് അവിടെ ചെയ്യാൻ പാടില്ലാത്തത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഇലക്ഷൻ ഓഫ് ചെയർമാൻ ഫോർ ദ മീറ്റിംഗ്. ഓപ്ഷൻ ബി admission of members and allotment of shares. Option C passing of budget for the working of the society for the year. Option D amendment of bylaw. അതായത് ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്നത് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സിനെ അഡ്മിഷൻ കൊടുക്കുന്നതും അവർക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നതും, ഓപ്ഷൻ സിയിൽ പറയുന്നത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ബൈലോ അമെൻമെന്റ് നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അമെൻമെന്റ് ഓഫ് ബൈലോ. ഓക്കെ അല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി? ഓപ്ഷനിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഉൾപ്പെടാത്തത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ സി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ ഡി റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ട്, റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണോ എന്നുള്ളത്. എന്നാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് പല പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകളും അവരുടെ പേരിന്റെ അവസാനം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പകരം റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 43. ഡാഷ് കോസ്റ്റിംഗ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഷുഗർ ഇൻഡസ്ട്രി? ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഏത് കോസ്റ്റ് ആണ് ഷുഗർ ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ബാച്ച് കോസ്റ്റിംഗ്. ഓപ്ഷൻ ബി ജോബ് കോസ്റ്റിംഗ്. ഓപ്ഷൻ സി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഓപ്ഷൻ ഡി പ്രോസസ് കോസ്റ്റിംഗ്. ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് കഴിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് ആൻസർ ഏതായിരിക്കും അതിൻ്റെ? ഓപ്ഷൻ ഡി പ്രോസസ് കോസ്റ്റിംഗ്. ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്രോസസ് കഴിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചായിട്ട് സെയിം ടൈപ്പിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരു ബാച്ചായിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, അതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ടാബ്ലറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിറങ്ങുമ്പം സെയിം ടൈപ്പിലുള്ള ഒരു ബാച്ചായിട്ടായിരിക്കും ഇറങ്ങുന്നത്. 1000, 2000 അല്ലെങ്കിൽ 10000 അങ്ങനെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരു ബാച്ചിന് അതിൻ്റെ കോസ്റ്റ് തീരുമാനിക്കുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ജോബിനും, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജോബുകൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ നടക്കാറുണ്ട്. അപ്പോൾ ഓരോ ജോബിനും സെപ്പറേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പം ഒരു കാർ മാനുഫാക്ചറിങ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതിന് ടയർ വേണം, അല്ലെങ്കിൽ അതിന് മറ്റ് പല കമ്പോണന്റുകളും വേണം. അങ്ങനെ ഒന്നിലധികം കമ്പോണന്റുകളുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടിട്ട് ടോട്ടൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിലും നടക്കുന്നത്. അതായത് ഷുഗർ കെയിൻ, കരിമ്പിനെ നമ്മൾ എന്താക്കി മാറ്റുന്നതാണ്? ഷുഗറാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഓരോ പ്രോസസ്സാണ് നടക്കുന്നത്. ആ ഓരോ പ്രോസസ്സിലും എന്ത് കോസ്റ്റ് ഉണ്ടായി എന്ന് പറയുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. നിങ്ങൾക്ക് ആൻസർ വ്യക്തമായോ? ആൻസർ ഏതാണ്? പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 44. അഡ്ജസ്റ്റ്മെന്റ് മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ബേസ്ഡ് അപ്പോൺ വിച്ച് കോൺസെപ്റ്റ്? നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിനെയാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രിക്ക് എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്.
അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി താഴെ തന്നിരിക്കുന്ന ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ മാച്ചിങ് കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി കോസ്റ്റ് കോൺസെപ്റ്റ്, ഓപ്ഷൻ സി മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി കൺസർവേറ്റിസം. ഇതിൽ ആൻസർ ഏതായിരിക്കും? ആൻസർ പറയാം. ഓപ്ഷൻ എ മാച്ചിങ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ആ ഓരോ കോൺസെപ്റ്റും എന്താണെന്നൊന്ന് പറഞ്ഞു പോകാം. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു ഇൻകം ഉണ്ടായാൽ അതിന്റെ കറസ്പോണ്ടിങ് എക്സ്പെൻസ് കാണിക്കണമെന്ന് പറയുന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അതായത് എക്സ്പെൻസിന് തുല്യമായ ഇൻകം അല്ലെങ്കിൽ ഇൻകത്തിന് തുല്യമായ എക്സ്പെൻസ്, അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതും പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുന്നതും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓപ്ഷൻ ബി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസറ്റുകളെല്ലാം അതിന്റെ കോസ്റ്റില്, ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കുക എന്ന് പറയുന്നതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. അത് ബാലൻസ് ഷീറ്റിൽ എഴുതി കാണിക്കുന്ന രീതിയാണ്. ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഫിക്സഡ് അസറ്റുകളെല്ലാം എഴുതി കാണിക്കും ഒറിജിനൽ കോസ്റ്റിൽ നിന്ന്. അപ്പം അങ്ങനെ ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കണമെന്ന് പറയുന്നതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തിൻ്റെയും നമുക്ക് എന്ത് വേണം? എവിഡൻസ് വെച്ചുകൊണ്ട്, മെറ്റീരിയൽ പ്രൂഫുകൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എൻട്രി ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പിന്നീട് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കൺസർവേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് അസറ്റുകൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് പറയുന്നത്. അത് പണ്ടേ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന രീതികളാണ്. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 4 മനസ്സിലായല്ലോ. ഇതിന്റെ ആൻസർ പിടികിട്ടിയല്ലോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മാച്ചിങ് കോൺസെപ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 45. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. താഴെ തന്നിരിക്കുന്നതിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് എക്സാമ്പിൾ ഏതാണ്? ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡേ ടു ഡേ പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത എക്സ്പെൻസുകളെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ അഡ്വർടൈസിങ്, ഓപ്ഷൻ ബി സെല്ലിംഗ് എക്സ്പെൻസ്, ഓപ്ഷൻ സി ഫാക്ടറി എക്സ്പെൻസ്, ഓപ്ഷൻ ഡി ലോസ് ബൈ ഫയർ. നിങ്ങൾ ആ ഓപ്ഷനുകൾ ഒന്ന് നോക്കേ. അഡ്വർടൈസിങ് നമുക്ക് ഒരു ബിസിനസിന്റെ പ്രവർത്തനത്തിന് ബന്ധപ്പെട്ടതാണ്. സെല്ലിംഗ് എക്സ്പെൻസ് ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുമായി ബന്ധം വരുന്നതാണ്. അതുപോലെ ഫാക്ടറി എക്സ്പെൻസ് ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളുമായി ബന്ധം വരുന്നതാണ്. എന്നാൽ ഓപ്ഷൻ ഡി ലോസ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അബ്നോർമൽ ലോസ് ആണ്. അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലോസ് ബൈ ഫയർ. ഓക്കെ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 46. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഡാഷ് മന്ത്. അതായത് ഒരു ഡി ഡി എടുക്കുമ്പോൾ അതിന്റെ വാലിഡിറ്റി പീരീഡ് എത്ര മാസമാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 3. ഇതിലേതായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി 3. അതായത് ചെക്കിന് പറഞ്ഞിരിക്കുന്ന അതേ വാലിഡിറ്റി പീരീഡ് തന്നെയാണ് ഡ്രാഫ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 47. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ പോർട്ട്ഫോളിയോ ഹെൽപ്പ് ദ ബാങ്കർ ടു. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ, അതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ലോണുകൾ, അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ എന്ന് പറയുന്നത്. ഇത് ലെൻഡിങ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ലെൻഡിങ് പ്രിൻസിപ്പിൾസ്. ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലെൻഡിങ് പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ. ഇത് ബാങ്കിനെ സഹായിക്കുന്നത് ഏത് കാര്യത്തിനാണ്? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ അട്രാക്ട് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി എൻഷുർ KYC, ഓപ്ഷൻ സി റെഡ്യൂസ് റിസ്ക്, ഓപ്ഷൻ ഡി ഇൻക്രീസ് പബ്ലിക് കോൺഫിഡൻസ്. വിവിധ തരത്തിലുള്ള ലോണുകൾ കൊടുക്കുക, വ്യത്യസ്ത തരത്തിലുള്ള ലോണുകൾ കൊടുക്കുക, ഇതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺ എന്ന് പറയുന്നത്.
ഇതുകൊണ്ട് ബാങ്കിനുള്ള പ്രയോജനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, റെഡ്യൂസ് റിസ്ക്. അതായത് അവർക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ലോൺ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 48. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് FATF ഹെഡ്ക്വാർട്ടേഴ്സ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതായിരിക്കും? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ജനീവ, ഓപ്ഷൻ ബി ബ്രസൽസ്, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി പാരീസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി പാരീസ്. ഈ FATF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഏതാണ്? ആന്റി മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണ നിരോധനത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ലെവലിലുള്ള സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏത് വർഷമാണ്? 1989 ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ലോകത്തുള്ള മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലെയും കള്ളപ്പണ നിരോധനവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരുന്നു പറഞ്ഞത്? ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പാരീസ്. പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസില്. ഓക്കെ ഇല്ലയോ? നമ്മളുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇന്ന് വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.